ഹായ് ഗൈസ്, പുതിയൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആനപ്പുളിഞ്ചിക്ക വെച്ചിട്ട് ഒരു കറിയാണ്, സ്റ്റാർ ഫ്രൂട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങൾ ആനപ്പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത്. നല്ല പച്ച ആനപ്പുളിഞ്ചിക്ക നോക്കി ഒരു 4-5 പറിച്ചെടുക്കുക. പച്ച തന്നെ വേണം കേട്ടോ, പഴുത്തതാണെങ്കിൽ ജ്യൂസി ആയിട്ടിരിക്കും. നല്ല പച്ചയാണ്. ഇപ്പം എനിക്ക് കുറച്ച് പഴുത്തതാണ് കിട്ടിയിട്ടുള്ളത്. പച്ചേനെ നോക്കിയിട്ട് ഇതിൽ കാണാനില്ല, ഒരുവിധം എല്ലാം പഴുത്ത് കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 4-5 പറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഇതിലിടാൻ വേണ്ടി കുറച്ച് മുളകും കൂടി പറിച്ചെടുക്കാൻ പോകുന്നത്. ഇതിൽ മുളക് നോക്കിയിട്ടൊന്നും കാണാനില്ല. ഇവിടെ ഇടയ്ക്ക് ഇപ്പോൾ ചക്കയൊക്കെ കൂട്ടാൻ വയ്ക്കാറുണ്ട്, അതുകൊണ്ട് മുളകൊക്കെ കുറവാണ് ഇപ്പം. അങ്ങനെ ഇതിൽ നിന്ന് കുറേ മുളകുകളൊക്കെ പറിച്ചെടുക്കുക. പഴുത്ത മുളകായാലും പച്ച മുളകായാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ മുളക് ഇപ്പം നമുക്ക് ആവശ്യത്തിന് എരിവ് ഇത്രയും മുളക് വെച്ച് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് വേറെ മുളക് കൂടി വീട്ടിലുണ്ടോ എന്ന് നോക്കാം, അതും കൂടി എടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കുറച്ച് മുളകൊക്കെ പറിക്കുന്നുണ്ട്. എന്നാൽ ഇത് പറിച്ചെടുത്തതായാലും നമ്മൾ കഴുകി തന്നെ എടുക്കണം കേട്ടോ. നമുക്ക് മുളകും പുളിഞ്ചിക്കയും കഴുകി തന്നെ എടുക്കണം. അങ്ങനെ ഞാൻ മുളകുമായിട്ട് ഇങ്ങനെ നമുക്ക് കറി വയ്ക്കാനായിട്ട് പോവാം. ഇനി അടുക്കളയിലേക്ക് പോകാം, എല്ലാം കഴുകി എടുക്കുക. ഇനി അങ്ങോട്ട് ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നേരെ അടുക്കളയിലോട്ട് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തത്. ഇനി ഞാൻ ഇത് കട്ട് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതിന് മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് ഇതുപോലെ കളയുക. കളഞ്ഞിട്ട് അതിൽ വളഞ്ഞിരിക്കുന്ന ഒരു 4 ഭാഗങ്ങളുണ്ട്. അതിനെ നമ്മളിങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് കളയണം. അത് ചീകി കളയുക, ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരല്പം ഹാർഡായിട്ടുള്ള ഭാഗമാണ്. അത് വെച്ചിട്ട് നിൽക്കുന്നത് ശരിയല്ല. അപ്പോൾ എന്നിട്ട് ഇതിനകത്തൊരു സീഡുണ്ട്, വിത്തുണ്ട്. അപ്പോൾ ആ വിത്ത് നമുക്ക് വേണ്ട. അതുകൂടി കളയാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ 4 കട്ട് ചെയ്യുക. 4 ഇപ്പോൾ ഞാൻ 2 കട്ട് ചെയ്തു. ഇനി 4 കട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് അതിനെ നമ്മൾ ചീകി ആ വിത്തോടു കൂടി കളയണം കേട്ടോ. വിത്തോടു കൂടി ചീകി കളയണം. ഞാനിപ്പോൾ വീട്ടിലാണ്. വീട്ടിൽ നല്ല സംസാരമൊക്കെ ഉണ്ട്, ബഹളമൊക്കെ കേൾക്കാൻ പറ്റും. പിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ. വീഡിയോയിൽ കാക്കയുടെയും മറ്റേ വീട്ടിലൊക്കെ ഇരുന്ന് വിളിക്കില്ലേ, അതിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ വിത്ത് ഇതുപോലെ നമ്മൾ ചീകി കളയാം. വിത്ത് നമുക്ക് ഇടണ്ട, അതിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് എല്ലാം നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് ചീകി കളഞ്ഞെടുക്കുക. വിത്തിൻ്റെ പോർഷൻസ് എല്ലാം അങ്ങനെ കട്ട് ചെയ്തപ്പോൾ കൊണ്ടു സ്റ്റാറിൻ്റെ മോഡൽ ഇതായിരിക്കും സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത് അല്ലേ. അടുത്ത് നമ്മൾ കഴുകി അരിഞ്ഞെടുത്ത ഈ സ്റ്റാർ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് ആദ്യം ജാറിലൊന്നിട്ട് അരച്ചെടുക്കുക. ഇത് ജ്യൂസി ആയിട്ടിരിക്കും. ആദ്യം നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതാണ് ജ്യൂസി ആയിട്ടിരിക്കുന്നത്. അരച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ അരയ്ക്കാനുള്ള അരപ്പാണ് നോക്കുന്നത്. തേങ്ങ ഞാൻ 1 മുറി എടുത്തപ്പോൾ തികവില്ലെന്ന് തോന്നി, അങ്ങനെ 1.5 മുറി ആക്കിയിട്ടുണ്ട്. 1.5 മുറി തേങ്ങയും നമ്മൾ പറിച്ചെടുത്ത മുളക് അല്ലാതെ ഒരു എക്സ്ട്രായും ഒരു പകുതി കാന്താരി മുളകും 1 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതാണ് അരച്ചത്. ഉപ്പ് കൂടി ഇട്ടാണ് കേട്ടോ അരച്ചത്. അപ്പോൾ വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. അരച്ച ശേഷം നമുക്ക് വെള്ളം ചേർത്ത് ആവശ്യത്തിന് കലക്കാവുന്നതാണ്. അപ്പോൾ ഈ അരപ്പിനെ നമ്മൾ ഇനി ചൂടാക്കി എടുക്കണം, അതായത് എണ്ണ താളിച്ചെടുക്കണം. അടുപ്പിലേക്ക് ഒരു പാത്രം വയ്ക്കുക. എന്നിട്ട് പാത്രം നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇത് വിറകടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറേ സമയം എടുക്കും ചട്ടിയൊക്കെ ചൂടായി വരാൻ. അങ്ങനെ അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും. എന്നിട്ട് ചൂടായ ശേഷം കടുകിട്ട് കൊടുക്കാം. കടുക് നമ്മൾ ആവശ്യത്തിന് ഇട്ടാൽ മതി. എണ്ണ കുറച്ച് മതി കേട്ടോ, ഒത്തിരി എണ്ണയൊന്നും വേണ്ട. നമ്മൾ ഈ അരപ്പിൽ ഇനി ഞാൻ കുറച്ച് വെള്ളം, കടുക് ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ട്, പൊട്ടി കുറേശ്ശെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുപ്പായതുകൊണ്ടാണ് പ്രശ്നം. ഗ്യാസ് അടുപ്പായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി അങ്ങനെ പൊട്ടുന്നുണ്ട്. തീയുടെ പ്രശ്നമുണ്ട്, നല്ല പുക അടിക്കുന്നുണ്ട്, കണ്ണെല്ലാം നീറുന്നത് ഗൈസ്. നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിലേക്ക് കറിവേപ്പില കരിയരുത് കേട്ടോ. പച്ചക്കിരിക്കുമ്പോൾ തന്നെ നമ്മൾ അരപ്പൊഴിക്കണം. അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിക്കണം. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. എണ്ണയും അരപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നന്നായിട്ട് കലക്കി കൊടുക്കണം. നല്ല എല്ലായിടത്തും എണ്ണ ആവത്തക്ക രീതിയിൽ നന്നായിട്ട് കലക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഒത്തിരി വെള്ളം ആവാൻ പാടില്ല കേട്ടോ. ഒത്തിരി വെള്ളം ആവാനും പാടില്ല, നമ്മൾ അരച്ചെടുക്കുന്ന ആ കട്ടിയായിട്ടിരിക്കാനും പാടില്ല. ഒരു മീഡിയം ലെവലായിരിക്കണം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ടത്. ഇനി അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വൈറ്റ് യെല്ലോ കളറായി മാറുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരച്ച അരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് അരച്ചിട്ടില്ല കണ്ടോ. നല്ല കുറച്ച് ഉപ്പ് കുറവായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടു. അപ്പോൾ കോഴിയൊക്കെ ഇവിടെ കൂവുന്നുണ്ട്, അതൊന്നും കാര്യമാക്കേണ്ടതൊക്കെ ഇവിടെ ഉള്ള സൗണ്ടുകളാണ്. ഈ സൗണ്ടുകളെല്ലാം നമ്മുടെ പാചകത്തിൽ വരുന്നതാണ് കേട്ടോ. പക്ഷികളും കാക്കകളും കോഴികളും കുരുകളും എല്ലാം വരും. അപ്പോൾ നമ്മൾ അരച്ച ഈ അരപ്പ് എന്ന് പറഞ്ഞാൽ അതിലേ പറഞ്ഞുകൊണ്ടിരുന്നത്, അരപ്പ് നന്നായിട്ട് അരച്ചിട്ടില്ല. ഞാൻ ചെറുതായിട്ട് ഒന്ന് അരച്ചിട്ടേ ഉള്ളൂ. ഇതുണ്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഒത്തിരി അങ്ങ് പേസ്റ്റാക്കി അരച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇങ്ങനെ അരച്ചാൽ മാത്രമേ ഇതിന് നല്ല അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ.
നമ്മൾ സാധാരണ കറികൾക്ക് അരയ്ക്കും പോലെ പേസ്റ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി അതിനെ തിളയ്ക്കാനായിട്ട് വയ്ക്കുക. അത് തിളയ്ക്കാൻ ഇനി അനുവദിക്കുക. ഇനിയും കറക്കിക്കൊണ്ടിരിക്കരുത്, തിളയ്ക്കാൻ വേണ്ടി അതിനൊരു സമയം കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം തിള വരും. തിള വരുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് പഴയ പോലെ ആക്കണം. രണ്ടാമതൊരു തിളയും കൂടെ വരും. അപ്പോഴാണ് നമ്മുടെ കറി റെഡി ആവുന്നത്. രണ്ടാമത് തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കലക്കിയിട്ട് ഒന്ന് ഇറക്കാം. അപ്പോൾ നമ്മൾ കറി എന്തായി, റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ കറി റെഡിയായി. അപ്പോൾ നമുക്ക് ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വെറും അരച്ചൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു അരമണിക്കൂറിനകത്ത് നമുക്ക് കറിയാവും. പക്ഷേ ഇപ്പം ഇതുകൊണ്ടാണ് താമസം. ഉണ്ടോ തീയൊക്കെ അണഞ്ഞ് നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ.